അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധമായ പ്രവേശനം, വിസ ഓവർസ്റ്റേ, ക്രിമിനൽ കുറ്റങ്ങൾ, ഇത്തരം കാരണങ്ങളാണ് അമേരിക്ക ഒരു വ്യക്തിയെ അനധികൃത കുടിയേറ്റക്കാരൻ എന്ന് മുദ്രകുത്താൻ ഇടയാക്കുന്ന വിഷയങ്ങൾ. ഇങ്ങനെ കുറ്റങ്ങൾ ചുമത്തിയ ഇന്ത്യക്കാരാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയിലേക്ക് നാടുകടത്തി തുടങ്ങിയത്. സ്വന്തം സൈനിക വിമാനങ്ങൾ ഉപയോഗിച്ച് അവരെ സ്വദേശത്തേക്ക് കൊണ്ടെത്തിക്കും. ഇത്തരത്തിൽ 200 ഇന്ത്യക്കാരുള്ള ആദ്യത്തെ US സൈനിക വിമാനം അമൃത്സറിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തുമെന്ന് നേരത്തെ തന്നെ ഇന്ത്യ അമേരിക്കയെ അറിയിച്ചിരുന്നു. ട്രംപ് ക്ഷണിച്ചതാണ്, മോദി ആ ക്ഷണം സ്വീകരിച്ചതാണ്. ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിലും ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്ന കാര്യം ചർച്ചയായിരുന്നു. വിശദമായ ചർച്ചകൾക്ക്, പ്രത്യേകിച്ച് ഈ കുടിയേറ്റം സംബന്ധിച്ച വിശദമായ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യയെ നാണം കെടുത്തായിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാസം 12-ന് മോദി അമേരിക്കയിലെത്തുമെന്നാണ് പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി വാഷിംഗ്ടൺ DC പ്രധാനമായും കുടിയേറ്റ വിഷയം ചർച്ച ചെയ്യാനാണ് നരേന്ദ്രമോദി ഈ കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഇറങ്ങി തിരിച്ചത്. അല്ലെങ്കിൽ S ജയശങ്കർ മാത്രം മതിയായിരുന്നു. കാരണം അത്യാവശ്യം ചർച്ചകൾ S ജയശങ്കർ നടത്തിയിട്ടാണ് ട്രംപിൻ്റെ സ്ഥാനാരോഹണം കഴിഞ്ഞ് തിരികെ ഇന്ത്യയിലേക്ക് എത്തിയത്. വിസ, ഇന്ത്യൻ വിദ്യാർത്ഥികൾ, US-ലുള്ളവരുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ സംരക്ഷിക്കുന്നതിനൊപ്പം ക്രമരഹിതമായ കുടിയേറ്റം നിയന്ത്രിക്കണം എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യയുടേത്. അനധികൃത കുടിയേറ്റക്കാരെന്ന് US വിധി എഴുതിയ ഇന്ത്യക്കാരിൽ മിക്കവാറൊക്കെ കാലിഫോർണിയയിലടക്കം US ജയിലുകളിലാണ്. ഒരു കണക്കിന് ഇവരെ ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നത് നന്നായി. അല്ലെങ്കിൽ ഗോണ്ടനാമോയിൽ US വാടകയ്ക്കെടുക്കുന്ന ജയിലുകളിലേക്ക് ഇവരെ മാറ്റിയേനെ. അനധികൃത പ്രവേശനവും വിസ കാലാവധി കഴിഞ്ഞതും ഉൾപ്പെടെയുള്ള ഇമിഗ്രേഷൻ നിയമലംഘനങ്ങൾ മൂലമാണ് ഇന്ത്യൻ പൗരന്മാരെ അമേരിക്കയിൽ നിന്നും നാടുകടത്തുന്നത്. US ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കിയതോടെ അവിടെ സ്വദേശിവൽക്കരണം കൂടുതൽ വേരുറപ്പിച്ചു. 2024 സാമ്പത്തിക വർഷത്തിൽ നിയമപരമായി അമേരിക്കയിൽ തുടരാൻ കഴിയില്ല എന്ന് വ്യക്തമായ 1100 ഇന്ത്യൻ കുടിയേറ്റക്കാരെ US നാടുകടത്തിയിരുന്നു. ജനുവരി 25 ആകുമ്പോൾ വിദഗ്ധ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ ഇവർക്കുള്ള വിസ പ്രോഗ്രാമുകൾ സംരക്ഷിക്കുന്നതിനായിട്ട് 20,000 ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചയക്കുമെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ അതിന് എല്ലാവിധ സഹായങ്ങളും ഇന്ത്യ വാഗ്ദാനം ചെയ്ത് കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കാണ് US-ൻ്റെ ഈ ഡീപ്പോർട്ടേഷൻ തിടുക്കം. 2,71,484 അനധികൃത കുടിയേറ്റക്കാർ US-ൽ എല്ലായിടത്തുമായി ഉണ്ടെന്നാണ് കണക്ക്. അതിൽ നാടുകടത്താനുള്ള 20,000 ഇന്ത്യൻ കുടിയേറ്റക്കാരെയാണ് തിരിച്ചറിഞ്ഞത്. 2024 നേരത്തെ പറഞ്ഞതുപോലെ 1,200 ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാടുകടത്തിയത്. ബാക്കി ഇനിയും 12,000 പേർ മിച്ചം കിടക്കുന്നു. US-ൽ നിന്ന് ഇന്ത്യ കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നിരവധി ഇന്ത്യൻ കുടിയേറ്റക്കാർ ശരിയായ രേഖകളില്ലാതെ മെക്സിക്കോ അല്ലെങ്കിൽ കാനഡ വഴി US-ലേക്ക് നിയമവിരുദ്ധമായി കടക്കുന്നുണ്ട്, ഇപ്പോഴും കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ പൗരന്മാർ വിസ ഓവർസ്റ്റേ എന്ന പേരിൽ അനുവദനീയമായ താമസ കാലയളവ് പൂർത്തിയായിട്ടും US-ൽ തുടരുന്നുണ്ട്. കൂടുതൽ നാടുകടത്തലിലേക്ക് US-നെ നിർബന്ധിക്കുന്ന ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇപ്പോൾ കടുത്തു. അങ്ങനെ US-ൽ വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിലോ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടവരും നാടുകടത്തേണ്ടി വരുന്നവരുടെ പട്ടികയിൽപ്പെടും. രേഖകളില്ലാതെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ച് സ്വീകരിക്കുന്നതിന് തങ്ങളുടെ പരമാവധി സഹകരണമാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ US-ന് ഉറപ്പ് നൽകിയത്. കൂട്ട നാടുകടത്തലുകൾ ഇന്ത്യക്ക് നാണക്കടയെ മാറരുത്, ഒരു പൊതു കാഴ്ചയായി ലോകമത് കാണരുതെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യ പരമാവധി ശ്രമിച്ചു. അതിൻ്റെ ഫലമായാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി കൂടിക്കാഴ്ച ഉടൻ നടക്കുമെന്ന് പ്രഖ്യാപിച്ചതും. പക്ഷേ അതിനു മുമ്പ് തന്നെ ആദ്യ വിമാനം US ഇന്ത്യയിലേക്ക് അയച്ചു കഴിഞ്ഞു. ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നിലപാട് വന്നപ്പോൾ തന്നെ ഇന്ത്യ പ്രധാനമായ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ US ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. അതിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ്, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, വാണിജ്യ സെക്രട്ടറി നോമിനി ഹോവാർഡ് ഡുട്നിക്, FBI ഡയറക്ടർ നോമിനി കാഷ് പട്ടേൽ, എനർജി സെക്രട്ടറി നോമിനി ക്രിസ് റൈറ്റ്, വിദഗ്ധരായ മറ്റ് പ്രൊഫഷണലുകൾ, ഇവരുമായിട്ടൊക്കെ ജയശങ്കർ ചർച്ച നടത്തിയിട്ടാണ് തിരികെ വന്നത്. ഇന്ത്യയുടെ ആവശ്യം എന്താണ്? US-ൽ നിയമപരമായി ഇപ്പോഴും തുടരുന്ന വിദഗ്ധരായ പ്രൊഫഷണലുകളെയും വിദ്യാർത്ഥികളെയും ഈ ഇമിഗ്രേഷൻ നയങ്ങൾ ഒരിക്കലും ബാധിക്കരുതെന്ന് ഇന്ത്യ നിർബന്ധം പിടിക്കുന്നുണ്ട്. രേഖകളില്ലാതെ കുടിയേറ്റക്കാരുണ്ടെങ്കിൽ അവരെ വീട്ടുതടങ്കലിൽ വയ്ക്കുന്നതിന് അമേരിക്ക അങ്ങോട്ട് പ്രതിദിന ഒരു ക്വാട്ട നൽകുന്നുണ്ട്. ഏകദേശം 40,000 തടങ്കൽ ആളുകളെ മാത്രമേ ഇപ്പോൾ അമേരിക്കയ്ക്ക് പാർപ്പിക്കാനാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഗോണ്ടനാമോ ബേയിൽ ഏതാണ്ട് 30,000 തടവുകാരെ ജയിലുകൾ വാടകയ്ക്കെടുത്ത് പാർപ്പിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം അവരുടെ രാജ്യങ്ങളിലേക്ക് നാടുകടത്താൻ US C-17 സൈനിക ഗതാഗത വിമാനം ഇപ്പോൾ ഇറക്കിയിരിക്കുന്നതും. ഇത് ഫലപ്രദമാണെങ്കിലും ചിലവേറിയതാണ്. ഗോട്ടിമാലിലേക്കുള്ള നാടുകടത്തൽ വിമാനത്തിന് അടുത്തിടെ ഒരാൾക്ക് ചിലവായത് $4,675. ഇന്ത്യയിലേക്ക് ഒരു കുടിയേറ്റക്കാരനെത്തുമ്പോൾ അതിന് ഇതിലും ഇരട്ടി ചിലവാകും. ടെക്സാസിലെ എൽപാസോ, കാലിഫോർണിയയിലെ സാൻഡിഗോ എന്നിവിടങ്ങളിലെ തടങ്കൽ കേന്ദ്രങ്ങളിൽ നിന്നും 5,000 കുടിയേറ്റക്കാർക്ക് പെൻറ്റഗൺ ഇങ്ങനെ ഫ്ലൈറ്റ് സൗകര്യം ഒരുക്കി അവരെ നിരത്തി നിർത്തിയിരിക്കുകയാണ് നാടുകളിലേക്ക് വിടാൻ. മറ്റൊരു ഭാഗത്ത് US-ലെ ഇന്ത്യൻ വിദ്യാർത്ഥികളും വിദഗ്ധ തൊഴിലാളികളുമൊക്കെ പ്രൊഫഷണൽ തൊഴിലാളികളും ആശങ്കയിലാണ്. US-ലെ മൊത്തം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കഴിഞ്ഞ മെയ് വരെ 3,51,000. ഇന്ത്യക്കാർക്ക് നൽകിയിട്ടുള്ള വിസകൾ
4 ലക്ഷം. അതിൽ H1B വിസകൾ 72%. ഈ H1B വിസയിൽ നിന്ന് പ്രയോജനം എടുത്ത മുൻനിര ഇന്ത്യൻ IT കമ്പനികൾ ഇൻഫോസിസ്, TCS, HCL, വിപ്രോ എന്നിവരാണ്. അവരും അങ്കലാപ്പിലാണ്. H1B പ്രോഗ്രാമിന് പിന്തുണ അറിയിച്ച് ട്രംപും അങ്കലാപ്പിലാണ്. ഒരു ഭാഗത്ത് US പ്രാപ്തിയുള്ള പ്രൊഫഷണലുകളെ ഇന്ത്യയിൽ നടക്കം വേണമെന്ന് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ മറുഭാഗത്ത് ഇന്ത്യക്കാരടക്കം പടിയിറക്കുകയാണ്. അനധികൃത കുടിയേറ്റക്കാരെ ആണ് രാജ്യത്ത് നിൽക്കുന്നെങ്കിലും കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇപ്പോൾ H1B വിസക്കാർക്കും ഏറെ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ നിയമപരമായ കുടിയേറ്റക്കാരെ കഠിനമായി പരോക്ഷമായി ബാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.